ഇന്നത്തെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് രാത്രിയാണ്. എന്താ പ്രത്യേകത സായിക്കുട്ടിയെ? അങ്ങനെ നമ്മൾ ഇന്നിമോള് കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരാണ് കേട്ടോ. നമ്മൾ എത്ര ദിവസമായി അവൾ പോയിട്ടെന്ന് അറിയില്ല. ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. എന്താ ഓൾക്കും വീട് കാണാഞ്ഞിട്ട് ആകെ ഇടങ്ങറായിക്കണ് എന്ന് പറയുന്നുണ്ട്. എനിക്കും അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ കോള കാണാനായിട്ട് ഇടങ്ങറുണ്ട് എന്നുള്ള കാര്യം. ഓള് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിക്കണം. എനിക്ക് മറ്റേ മീൻകറി ഉണ്ടാക്കണം. എനിക്ക് മീൻകറിയും ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ച് സാധാരണ ദോശ ഉണ്ടാവില്ലേ, അതും ഉണ്ടാക്കണം എന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ആളുടെ റൂം മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ അവളെ ബാത്റൂം മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൾ. നമ്മളെ മിസ് ചെയ്യണമെന്നും പറഞ്ഞില്ല, പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാമല്ലോ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വീടും സ്ഥലം ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടേ, നാട് തന്നെ മിസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 9-9:30 മണിയായി. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ മോള് വരും. സായ്കുട്ടിക്ക് എന്താ മാജിക് കാണിക്കാൻ കേട്ടോ. എൻ്റെ സായ്കുട്ടി മാജിക് കാണിക്കട്ടെ. നോർമൽ ആളിരിക്കുമ്പോൾ താഴും, പക്ഷെ ഞാൻ അതിൻ്റെ കയറുന്ന താഴൂല. ആയിക്കോട്ടെ, നിക്ക് ഇതുണ്ടോ? അതാണ് സായ്കുട്ടി മാജിക്. അങ്ങനെ നമ്മളെ ഇന്നിമോൾ കുറേ ദിവസത്തിന് ശേഷം വന്നിട്ടുണ്ട് ഗൈസ്. ബൈക്കിതാ അല്ലെങ്കിൽ ബൈക്കിൻ്റെ സൗണ്ട് ഉണ്ട്. അങ്ങനെ തീരെ വയ്യാണ്ടായോ? നൈറ്റ് ഡ്യൂട്ടി ഉറക്കം വരുന്നുണ്ട്. ഒരുമിച്ച് എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം തിന്നിട്ട് ദോശ കഴിച്ചിട്ട് വേണം, അല്ല അപ്പം കഴിച്ചിട്ട് വേണം കിടന്നു. തടിച്ചിട്ടുണ്ടല്ലോ. തടിച്ചുക തരില്ലട്ടോ ലേസ്. എന്ത് എൻ്റെ അടുത്ത് ലേസ് ഒന്നുമില്ല. ലേസ് ഒന്നുമില്ല. ജയ് ജവാൻ ജയ് കിസാൻ. അല്ല, ഈ ബാഗൊക്കെ ഒന്ന് പിടിക്കാൻ വന്നൂടെ? സായ്കുട്ടി എൻ്റെ ചോക്ലേറ്റ് ജീജി കൊടുത്ത് കാണിക്കേ. സായ്കുട്ടിക്ക് ജീജി ഇഷ്ടംപോലെ ചോക്ലേറ്റ് കൊടുത്ത് നിൽക്കുന്നു. ഷെഫൊക്കെ കൊടുത്ത് ചോക്ലേറ്റ് മുഴുവൻ ഒറ്റടി കഴിച്ചില്ല. എൻ്റെ ജീജിക്ക് വേണം പറഞ്ഞ് എടുത്ത് വെച്ചിട്ടില്ല സായ്കുട്ടിയെ. ആ ഓക്കെ. ഇട്ടിട്ട് വന്ന സായ്കുട്ടിയെ നോക്കട്ടെ. ഓ ജിമ്മിലൊക്കെ പോകുമ്പോൾ ടീഷർട്ടൊക്കെ ആയി. കുഞ്ഞ് ഞാനില്ല, എക്സലാണ്. നീ എന്തൊക്കെ വീഡിയോ കൊടുത്തിക്കണ്. ആ കൊള്ളത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ 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 ഓക്കെ. അങ്ങനെയൊക്കെ ടീഷർട്ട് കിട്ടി. യെസ്. ആ പിന്നെ ഞാൻ എപ്പോഴും കുപ്പായം മേടിക്കാൻ പോകുമ്പോൾ ചെറിയ കുപ്പായങ്ങൾ മേടിക്കണം. ഓക്കെ. ആ യാമിക്കുട്ടിക്ക് പ്രശ്നം കുപ്പായ ഉണ്ടോ? വാ, അത് രസമാവും. അത് ഓൾക്ക് എപ്പോഴും ചെറിയ കുപ്പായം വാങ്ങിക്കണമെന്നില്ല ബുദ്ധിമുണ്ടല്ലോ കേട്ടോ. ഓൾക്ക് യാമിക്കുട്ടിക്ക് കുപ്പായം വാങ്ങിച്ചെടുക്കാൻ ഇഷ്ടമാണ്. അതാണ്. ചെറിയ കുപ്പായം കാണുമ്പോൾ അപ്പൊ യാമിന് ഓർമ്മ വരും. അപ്പൊ കുപ്പായം മേടിക്കാതെ വരാൻ നിൽക്കൂല. രസമായി. അപ്പൊ ഞാൻ ഒന്നും മേടിച്ചു. കുട്ടിന്റെ അളവ് മനസ്സിലാവുന്നില്ലേ, വലുതായോ ചെറുതാണോ? കഴിഞ്ഞോ? ഇനി ആ ബാഗിലുള്ളത് മുഴുവനും ഓക്കെ. എന്ത് ഞാൻ ഫുഡ് കഴിക്കാം. ഞാനെന്നാ ഫുഡ് എടുത്താൽ കൈ കുളിക്കുന്നില്ലേ? പോയി കുളിച്ചിട്ട് മാക്സി ഇട്ടിട്ട് പോയോ ചെല്ല്. നല്ല ഭയങ്കര ഷർട്ട് രസമുണ്ട്, നന്നായിട്ടുണ്ട്. സായ്കുട്ടിയെ ആ ചോക്ലേറ്റ് നിന്നിപ്പി മുഴുവൻ തിന്ന് തീർക്കുക. അവിടെ വെച്ചാൽ മതി. ഒരെണ്ണക്കന്ന് ഒരു ചീറ്റിംഗ് ഡേ എടുക്കട്ടെ. സ്നിക്കേഴ്സ് ഉണ്ടോ? നമുക്ക് ചീറ്റിംഗ് ഡേ ഒക്കെ എടുക്കാം. ഈ എന്ന് പോയതാ ശരിക്കും? 1 മാസമൊക്കെ ആയില്ലേ പോയിട്ട് പ്രാവശ്യം. പക്ഷെ കുറേ നേരം വൈകി വരാൻ. മീൻകറി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തപ്പോ ആ കാട്ടിന്? ടാഗ് കുറച്ച് നടത്തിക്കടാ. ടീഷർട്ട് അയച്ചു വെക്ക്. ഇനിയിപ്പോൾ ഇടാനോ? പുതിയ കുപ്പായം കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ എൻ്റെ മോള് പറഞ്ഞ പോലെ നല്ല മുളകിട്ട മീൻകറിയും പിന്നെ നല്ല ചട്ടിയിലൊഴിച്ച ദോശ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് ഇവിടെ കരച്ചിൽ തീർന്ന സമയമല്ല. ഇത് ഇങ്ങനത്തെ കളറല്ല, ചുവപ്പ് കളറാണ്. അത് ചുവപ്പന്നെയാണ്, മഞ്ഞ അനക്കേ. പിന്നെ കറി ഇങ്ങനെയല്ല വീഴും, ഇങ്ങനെ വീഴണം. ഞാൻ ഈ വയ്യാത്ത ഞാനേ എത്ര മണിക്കൂർ ഉണ്ടാക്കിയെന്നറിയോ? ഇത്ര ചെറിയ മാന്തള മുറിച്ചിട്ടുണ്ടാക്കിയെന്നറിയോ? അടുത്ത പ്രാവശ്യം ഇതൊന്നും പ്രതീക്ഷിക്കണ്ട.
കഴിച്ചോ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെഫ് മോനെ എൻ്റെ മോൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഷെഫ് മോനെ കാത്തിരിക്കാറുണ്ട് കേട്ടോ. ഷെഫ് മോന് അയർലൻഡിൽ നിന്ന് വന്നിട്ട് ഓളെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഈ അവിടെ പറഞ്ഞ കേൾക്കില്ല, മൈക്ക് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ വന്നു തോന്നുന്നു അല്ലേ? അതാ എങ്ങനെ അയർലൻഡിൽ നിങ്ങൾ എന്തായാലും തമ്മിൽ കണ്ടുപിട്ടി. ഞങ്ങൾ മീൻകറി ദോശയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ആ ബാഗ് എൻ്റെ മോളോട് മാറ്റിയേക്കാൻ നല്ലത്. ആ ബാഗ് ഞാൻ ഷെഫ് മോൻ തുറന്നാൽ പിന്നെ ഇഞ്ചി പോകൂല. ആ ഒരു ബാഗ് ഞാൻ ഒരു ദിവസം തുറന്നു, പിന്നെ ഞാനത് തുറക്കാൻ പോയിട്ടില്ല. പക്ഷെ അണക്കാ കഥ അറിയില്ലല്ലോ. അതെ അതാണ് ഒരു ബൂസ്റ്റ് ഓർഡർ ഗ്യാപ്പ് ഉണ്ടാവോ? അതുമില്ലേ ഒരു ഞാൻ ഷെഫാക്കാനെ കണ്ടപ്പോ തോന്നി നാളെ നമുക്ക് പട്ടാമ്പിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ ശരിയാടാ. രാത്രി യാത്രയില്ല പോരെ? ഓക്കെടാ. അങ്ങനെ ഓല് പോയി. അങ്ങനെ ഷെഫ് മോനെ കണ്ടും കഴിഞ്ഞല്ലോ. ഞങ്ങളങ്ങനെ ഇന്നോട് വന്നിട്ടേ ഞങ്ങൾ നേരെ പട്ടാമ്പിയത്തെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ തിരക്കും പാടൊക്കെ കാരണം കൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എവിടെ വന്നു, ഇനി നമ്മൾ പോവുകയാണ് തിരിച്ചിട്ട്. യാമി ഞങ്ങൾ പോട്ടെ. യാമി ബൈ ബൈ പറഞ്ഞ ഈ മാങ്ങി ആ മാങ്ങി മാങ്ങ ഈ രണ്ട് മാങ്ങി കൊണ്ടുപോയി വെക്ക്. അല്ല മാങ്ങ ഒന്നും ഇതല്ലമ്മ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ. അപ്പോൾ ബൈ ഞങ്ങൾ പോകുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് പോട്ടെ കേട്ടോ. തീരാനായ ബൂസ്റ്റ് അവസാനം അടിപൊടി ഞാൻ കൂട്ടുന്നു. അടിപൊടി ഞങ്ങളെ ഒന്ന് പുറത്ത് കൊണ്ട് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇവൾക്ക് മറ്റേ ചായ വേണമെന്ന്. ബൂസ്റ്റ്. അപ്പോൾ പിന്നെ ബൂസ്റ്റ് ആദ്യം പിന്നെ ഹോർലിക്സ് ആക്കി. അപ്പോൾ ഹോർലിക്സ് കഴിഞ്ഞ് കണ്ടപ്പോൾ ബൂസ്റ്റ് ആക്കി. അതന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് കൊണ്ട് ആവശ്യമുണ്ട്. അവിടെ അല്ലേ മറ്റേ റൂമിൽ ഇട്ടുന്നോ അവിടെ മാത്രം ഫാൻ ഇട്ടാൽ മതിയല്ലോ. അത് എല്ലായിടത്തും ഫാൻ ഇടേണ്ടില്ലേ? ആ കട്ടിന് പൊടി കൂടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര നിലത്ത് നിൽക്കാത്ത ഓട്ടലൊരു ദിവസമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളിനി പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനൊക്കെ ആയിട്ട് പോട്ടെ. പിന്നെ പോണ വിശേഷങ്ങൾ കാണാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു വണ്ടി പോലും കിട്ടിയിട്ടില്ല. അതാണ് നടന്ന് ആ കയറ്റം കയറി പോയിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് വേണം പോകാൻ. അത്രയ്ക്ക് അടിപൊളി ദിവസമാണ് നമ്മളെ ഇന്നത്തെ ദിവസം. ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല. മോളിൽ ഈ ഒരു കയറ്റം കയറുന്നല്ലോ, ആ പിന്നെ ഈ ഒരു കയറ്റം താഴത്തേക്ക് ഭയങ്കര ഇറക്കാം. കുത്തലൊരു കയറ്റം കയറിട്ട് പോയിക്കൊണ്ടിരിക്കണേ. ശ്വാസം പോകും. ഉണ്ടായിരിക്കാം, അത് നല്ലത്. ഞങ്ങൾ രണ്ടുപേരും പോയി ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റൈൽസിലേക്കാണ്. ഇന്നോള് അവിടെ ജോലി സ്ഥലത്ത് അവൾക്ക് ഓണപ്പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾക്ക് ധാവണി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനാണ് ആദ്യം പോകുന്നത് കേട്ടോ. ധാവണി വാങ്ങിക്കാൻ നമ്മൾ ആദ്യം ഫാമിലിക്ക് പോയി. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും സെറ്റായി കിട്ടിയില്ല. പിന്നെ നമ്മൾ കല്യാൺ സിൽക്സിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ റെഡിമെയ്ഡായിട്ടുള്ള ധാവണി വാങ്ങിക്കുമ്പോൾ 2000-ൻ്റെ മുകളിലേക്ക് വില ഉണ്ട്. അല്ലെങ്കിൽ 1750 രൂപ, അങ്ങനെ ഒരു 2000-നോട് അടുപ്പിച്ച വില ഉണ്ട്. ഞാനാണെങ്കിൽ ഒറ്റ ദിവസമല്ലേ ഇത് എടുക്കുള്ളൂ. അത് കാരണം അത്രയ്ക്ക് വിലൻ്റെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 750 രൂപേൻ്റെ ഒരു ധാവണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ജാക്കറ്റ് ഞാൻ തയ്ക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാം, ഞാൻ കുറേ കാലമായി തയ്ക്കലൊന്നും ഇപ്പം ഇല്ലല്ലോ ഡ്രസ്സ്. എന്നാലും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോൾക്ക്
ഒരു ജാക്കറ്റ് തയ്ക്കാനുള്ളൊരു ധാവണിയൊക്കെ എടുത്ത് സെറ്റാക്കി വന്നു. പിന്നെ നമുക്ക് ഫാമിലിക്കല്ല ജാം ജൂബിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കുറേ സാധനങ്ങൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്നുമോൾക്ക് കൊച്ചിക്ക് പോകാൻ കുറേ സാധനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ജാം ജൂബിക്ക് പോയിട്ടും വലിയൊരു ഷോപ്പിംഗ് നടത്തി. തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് ഞങ്ങൾ ഒരു വിധം വീട്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സായിക്കുട്ടിക്ക് വേണ്ടത് കിട്ടിയോ? ഹാപ്പിയായോ? ഇജ്ജ് കുളിച്ചിക്കണോ? എന്തൊരു മോന്തങ്ങനെ ഇജ്ജ് കുളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്നോട് കൊച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറേ ഡ്രസ്സുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ കുട്ടി ഇതൊക്കെ കൊണ്ടുപോകും കുട്ടിയെ? ഈ ഒരു വീഡിയോ എന്നുണ്ടാവും ഒരു ഉണങ്ങിയ ഓറഞ്ച് ടീഷർട്ട്. ഇതിന് വേണ്ടപ്പോൾ ഇതൊക്കെ തപ്പിയെടുത്ത് കൊണ്ടുപോകണം വെറുതെ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ. ഇതൊക്കെ പഴയ ഡ്രസ്സുകൾ അല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി വന്ന് ഇന്നലെ കിടന്ന് ഉറങ്ങി നീറ്റു. ഇനി രാവിലെ നമുക്ക് പിടിപ്പത് പണിയുണ്ട്. ഈ മോന്തയിൽ കുറച്ച് ഫേഷ്യൽ ബ്ലീച്ചൊക്കെ ചെയ്യണം അത്രേ. ഇനി നമ്മൾക്ക് അവിടെ മറ്റേ ഓണപരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ ഇവിടെ നോക്കിയിട്ട് ആകെ കുഴങ്ങി ആകെ ക്ഷീണിച്ചു. എനിക്ക് വയ്യാണ്ടായിക്കണം. അതാണ് എൻ്റെ സൗണ്ടിൽ കുറച്ച് ക്ഷീണം. ഒരുമാതിരി എന്താ പറയുക, മാപ്പിളാർ ദുബായിൽ നിന്ന അവസ്ഥയായി ഇപ്പോൾ എനിക്ക്. വെച്ചുണ്ടാക്കുക, അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക, മറ്റേ ഓളെ നോക്കുക, ഓളങ്ങൾ എന്നെ നോക്കിക്കോളിയേന്ന് പറഞ്ഞിട്ട് വന്നിക്കുക. ഏതാ സാധനം എന്നറിയോ? അപ്പോഴേ ഇനി കുറച്ച് ഫേഷ്യൽ വിളിച്ചൊക്കെ ചെയ്യട്ടെ. ഓളെ നോക്കി എൻ്റെ മുഖം അത് കുഴങ്ങി. അപ്പോൾ നടന്നുകൂടിഞ്ഞ് ഇന്ന് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. അതായത് നമുക്കാദ്യം ബ്ലീച്ച് ആവശ്യമുണ്ട്. പിന്നെ ത്രെഡ് ചെയ്യാനുള്ള പേപ്പർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വാക്സിൻ ടിഷ്യൂ കൊണ്ട് ത്രെഡ് ചെയ്യും. അല്ല മറ്റേ പുരുക ശരിയായി കൊടുക്കാനുണ്ട്. അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ എന്നോട് ആരെങ്കിലും യൂട്യൂബ് അല്ലാത്ത എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആവാൻ ഇഷ്ടമാണെന്നുള്ളതാണ് പറയട്ടോ. എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ നിർത്തിയിട്ടൊന്നുമല്ല, സൈഡിലുണ്ടാവും. യൂട്യൂബിന് ഞാൻ ഒരിക്കലും കൈവിടില്ല. കാരണം ഇന്നെ ഇവിടെ എത്തിച്ചത് യൂട്യൂബാണ്. അതുകൊണ്ട് യൂട്യൂബിന് ഞാൻ ഒരിക്കലും കൈവിടില്ല. പക്ഷേ യൂട്യൂബ് അല്ലാത്ത എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടീഷ്യൻ ആവാനാണ് ഇഷ്ടപ്പെടുക. ഇനി ഞങ്ങളുടെ അടുത്തത് ഫേഷ്യൽ ചെയ്യാൻ പോകാൻ കേട്ടോ. അവിടെ ബ്ലീച്ച് ചെയ്തിട്ട് ബ്ലീച്ചൊക്കെ എടുത്തു. ഇനി ഫേഷ്യൽ ചെയ്യാം. കിടന്നോ? ബ്ലീച്ച് എടുത്ത് കുറച്ചൊരു റെഡിഷ് കളറുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലീനപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബില്ലെങ്കിൽ ഞാൻ ജീവിക്കും. മനസ്സിലായില്ലേ? അമ്മ ഭയങ്കര നല്ലൊരു ബ്യൂട്ടീഷ്യനാണ്. യെസ്. അവൾക്ക് പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെയാണ്, അതിന് വേണ്ടൊരു കാശ് ചിലവാക്കണ്ട. ആ കാശിൻ്റെ അക്കൗണ്ടിൽ കിട്ടുന്നോ ക്ലീനപ്പ് എനിക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ഞാൻ പരസ്യം ചേർക്കും നിങ്ങൾ. ഇത് സ്കീന എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സ്ക്രബാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് നന്നായിട്ട് റൗണ്ട് മോഷനിൽ നമുക്ക് മസാജ് ചെയ്യണം. ഞാൻ പിന്നെ എൻ്റെ കുട്ടികളെന്ന് വിചാരിച്ചിട്ട് കുറേ സ്ക്രബൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തേക്കണ്. ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇനി വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് സ്ക്രബ് കഴിക്കട്ടെ. അങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ക്ഷീണം മാറ്റാൻ എനിക്ക് കുറച്ച് മാങ്ങ ചെത്തിയിട്ടുണ്ട്. നല്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ വാപ്പ വാങ്ങിച്ചത് മാങ്ങയുന്നു. പുളിയും മധുരം. എന്നാൽ അടുത്ത ഘട്ടത്തിൽ കിടന്നോളൂ. ആവി പിടിക്കാൻ പറ്റുള്ളൂ. വീടാകെ പരന്നെടുക്കുക. ഇവിടെ ഒന്ന് ഫേഷ്യലൊക്കെ ഒന്ന് ചെയ്തു, ഡ്രസ്സൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെച്ച് അവളൊന്ന് കൊച്ചിക്ക് പാക്കാക്കിയാലുള്ളൂ. ഇപ്പോൾ വീടൊന്ന് നന്നാവുള്ളൂ. ഇത് നമ്മൾ ആകാരോൻ്റെ സ്റ്റീമറാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റീമർ, നല്ല ആവി വരും. അപ്പോൾ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞു, ആവി കൊള്ളൽ കഴിഞ്ഞു, ക്ലീനപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ സ്റ്റുഡിയോന്ന് എപ്പോഴോ ഒരു മാസ്ക് വാങ്ങിച്ചു. ഇനി ഈ മാസ്ക് ഇട്ട് കൊടുക്കാം. ഹൈഡ്രേറ്റിംഗ് ഷീറ്റ് മാസ്ക്. അങ്ങനെ ഗായ്സ് നമ്മളെ ഫേഷ്യൽ ബ്ലീച്ചിങ് അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ജാക്കറ്റ് അടിക്കാനായിട്ടിരുന്നു കേട്ടോ. നമ്മളെ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് തയ്ച്ചതാ. ചെറിയ ഇങ്ങനെ കാണുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടാൽ അത് കറക്റ്റാണ്, അടിപൊളിയാണ്. ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. നാളെ 5:20 ഇതുപോലെ ബസ്. അതിൻ്റെ മുമ്പ് നമുക്ക് ഒരുപാട് പണികളുണ്ട് ഗായ്സ്. അതിന് ശരിയായിക്കോളൂ. അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ മോളെ ലീവ് കഴിഞ്ഞിട്ട് ആൾ പോവാണ് കേട്ടോ. പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷെ എനിക്ക് ഓളെ ഓർത്ത് ഭയങ്കര അഭിമാനമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഓളെ നല്ലപോലെ വളർത്താൻ പറ്റിയെന്നല്ല അതിനൊരു ഭയങ്കര അഭിമാന സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു കാലത്ത് ഓളെ പെൺകുട്ടിയായിരുന്ന കാലത്ത് ഞാൻ
എൻ്റെ 4 കണ്ണുടുക്കനെ ഞാൻ നോക്കി വളർത്തുന്ന ആളായിരുന്നു. കോള് ഒരാളത്തേക്ക് പോണതോ വരുന്നതോ ഓളൊരു നേരം കാണാതായിട്ടുണ്ടെങ്കിൽ എവിടെ മോളെ എന്ന് ചോദിക്കും. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ എടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞ് കൂടെ നടന്ന് ഓളത്ത് ചോദിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര എനിക്ക് സേഫ്റ്റി ആയിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്ന കാര്യം. അങ്ങനെ ഞാൻ എൻ്റെ 4 കണ്ണുടുക്കനെ നോക്കി വളർത്തിയ ആള് ഇപ്പോൾ കൊച്ചിയിൽ ഡ്യൂട്ടിക്ക് പോകുന്നു. അവൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു, ഡേ ഡ്യൂട്ടി ചെയ്യുന്നു. ആള് ഇപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനും വരാനും പോകാനും ഒക്കെ പ്രാപ്തിയായില്ലേ. അത് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനം സന്തോഷമൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ആള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തിയോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ കിടന്നുറങ്ങാറ്. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും എത്ര ദൂരം പോയാലും എത്ര വളർന്നാലും നമുക്ക് നമ്മുടെ മക്കൾ എപ്പോഴും കുട്ടികളായിരിക്കൂലേ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കേട്ടോ.